പുതിയ കാലഘട്ടത്തിൽ എഴുത്തുകാരിൽ ഇപ്പോൾ സുഹേൽ കോയെ പോലെ എഴുതുന്ന ആളാണ് മോസിൻ പെരാരി. മഴവില്ലിലെ വെള്ളയെ നൊമ്പരപ്പൊമ്പര ചുറ്റൽ കണ്ടോന്നി എന്ന് പറയുന്ന സാധനം ഭയങ്കര ശാസ്ത്രീയമായിട്ടുള്ള അപ്രോച്ചാണ്. ഇത്രയും സാങ്കേതികമായിട്ട് പാട്ടിനെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ കഴിയുമെന്ന് ആ മനുഷ്യൻ കാണിക്കുമ്പോഴേ ഇത് അസാധ്യമായിട്ടുള്ള. ഞാൻ എപ്പോഴും ഇപ്പം ഈ കാലഘട്ടത്തിൽ ആ വ്യത്യാസമുണ്ട്. അൻവർ അലിക്കാടെ ഒരു ഷാഗ അദ്ദേഹം സീരിയസ് ആയിട്ട് തന്നെ കാണുകയും, പക്ഷെ അതുപോലെ തന്നെ ഭയങ്കര ഡിഫറെൻറ്റ് നെബുലകൾ പോലത്തെ ഒക്കെ പാട്ടുകൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ടിങ്ങും ഡിഫറെൻറ്റ് വാക്കുകളും കൊണ്ടുവരാനുള്ള ശ്രമം. അതുപോലെ തന്നെ പാരാരി ചെയ്യുന്നത്, പാരാരിക്ക് ഒരു ഇൻ്റർനാഷണലിസം ഉണ്ട്. പാരാരി ഒരു ഗ്ലോബൽ രീതിയിൽ ലിറിക്കിനെയും അല്ല ഇതിൻ്റെയൊക്കെ ഇപ്പം ഞാനും അവനോട് സംസാരിക്കാറുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ലിറിക്സൊക്കെ. അത് ഗ്ലോബൽ രീതിയിൽ പുള്ളി അതിനെ കാണുന്ന ആഗോള പെരുമ, തനി ലോക്കൽ ഗരിമ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇതിൽ കൊത്തയിലൊക്കെ ഉള്ള പാട്ട്. അപ്പം അങ്ങനത്തെ ഒരു അതാണ് പുള്ളിയുടെ കൺസെപ്റ്റും. തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിട്ട് ലിറിക്സിനെ കൊണ്ടുവരികയാണ് പുള്ളി. അതിൻ്റെ അകത്തൊരു കൗതുകം, ബഷീറിൻ്റെ ഒക്കെ എഴുത്തിൽ ഒക്കെ ഉള്ള ഒരു കൗതുകം, ആ വാക്കുകളുടെ ഒരു കറക്ക്. ഇപ്പം കാണുമ്പോൾ നിന്നെ നേരങ്ങൾ മെല്ലെ നിന്നേ, അപ്പം നിന്നെ അതിൽ ആ ചെറിയ ന്യൂവാൻസ് ആണല്ലോ, അതിൻ്റെ കൗതുകം അതേ മനോഹരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എഴുത്താണ്. അതുപോലെ തന്നെ ഉമ്പാച്ചി റഫീഖ് പുള്ളി ഇപ്പം മറ്റേ സ്നേഹക്കത്ത് പാട്ട്, അതുപോലെ തന്നെ മനോഹരമായിട്ട് അന്നേ റസൂലിലെ സമ്മുലൂനി എന്ന് പറഞ്ഞ അതൊക്കെ പുള്ളിയായിരുന്നു. അപ്പം അതിനകത്ത് അക്കരെ നിന്റെ കാനോത്ത് ഇക്കരെ നമ്മുടെ മൊഹബത്തിൻ്റെ മയ്യത്ത്. അപ്പം അക്കരെ നിന്റെ കാനൂത്ത്, നിന്റെ കല്യാണം, ഇക്കരെ നമ്മുടെ മൊഹബത്തിൻ്റെ മയ്യത്ത് എന്ന് പറയുന്നതിലെ റൈമിങ് സ്വഭാവം. ഞാൻ ഉറുദു കവിതകൾ ഭയങ്കരമായിട്ട് നമുക്ക് സിമിലാരിറ്റി തോന്നുന്ന പോലെ മലയാളത്തിൽ അത് എഴുതൽ പാടാണല്ലോ. കാരണം ഇങ്ങനെ വാക്കുകൾ അങ്ങനെ കിട്ടൽ പാടാണ്, റൈം ജയിക്കൽ പാടാണ്, അതിന് ആ ആശയലോകത്ത് തന്നെ ഉറപ്പിച്ച് നിർത്തൽ പാടാണ്. അപ്പോൾ അത് പുള്ളി മനോഹരമായിട്ടാണ് എഴുതുന്നത്. പുള്ളിയുടെ പെയിൻ ഉണ്ട്, ഭയങ്കര മൊഹബത്തും മരണമാണെന്നുള്ള അർത്ഥത്തിൽ അത് അവതരിപ്പിക്കുമ്പോൾ അപ്പോഴും ഞാനൊക്കെ അവളുടെ കല്യാണം അക്കരെയാണ് നടക്കുന്നത്. അക്കര എന്ന് പറയുന്നത് എന്തോ ആവാം. ഇക്കരെ എൻ്റെ പ്രണയത്തിന്റെ മയ്യത്ത് എന്നല്ല പറയാം, നമ്മുടെ അവിടെയും വിടാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അവിടെ. അല്ലാതെ എൻ്റെ പ്രണയം തേച്ചിട്ട് പോയാൽ എൻ്റെ പ്രണയമായല്ലോ അത്, കാരണം ഇനിയിപ്പം നമ്മളെന്ന് പറയുന്ന സ്ഥലം എവിടെ. പക്ഷെ അവിടെയും ഇക്കരെ നമ്മുടെ പ്രണയത്തിന്റെ മയ്യത്ത് എന്ന് പറയുമ്പോൾ അതൊരു ഫോഴ്സ്ഡ് മാരേജ് ആവാം, ഇഷ്ടമില്ലാത്ത സ്ഥലത്തൊക്കെ ഉള്ളൊരു യാത്രയാവാം, എന്തോ ആവാം. അപ്പം അങ്ങനെ ഒരു കുഞ്ഞു വാക്കിൽ അതിനെ കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര രസകരമായിട്ട് ചെയ്യുന്ന ആളാണ് ഉമ്പാച്ചി, മൻവറിക്ക, പാരാരി. അപ്പം ഞാനിങ്ങനെ ഇവർ ലിറിക്കിനെ വേറൊരു തലത്തിൽ, മലയാളം ലിറിക്സിന് ഇത്രയും നാളും ഇല്ലാത്ത ഒരു ഡൈവേർഷൻ, വേറൊരു വഴി വെട്ടി അതിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ ഭയങ്കര ഞാൻ കേൾക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന. സുഹേലും അത്തരത്തിലുള്ള ഒരു കോമിക് വഴി വെട്ടുന്നുണ്ട്. കാരണം പാല് കറക്കമോ വാല് കറക്കണ പാൽത്തൂ ജാൻവറേന്നാണ് ആ പ്രയോഗം. പാല് കറക്കമോ വാല് കറക്കണ പാൽത്തൂ. അപ്പൊ നമ്മൾ പെട്ടെന്ന് പശുമ്പേ അതെത്താണ് ഉള്ളിൽ. അത് ഒരു സാധനം കിട്ടുമ്പോ ഭയങ്കര സന്തോഷമല്ലേ? അയ്യോ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. ഞാൻ ഇപ്പം രേഷ്മായി പറഞ്ഞ പോലെ ഞാനും ചെയ്യാൻ ശ്രമിക്കുന്ന പരിപാടി അതാണ്. ഇതിന് വേറൊരു വഴി, അതിന്റെ വേറൊരു വഴി. അപ്പൊ വി ഡി രാജപ്പന്റെ കഥാപ്രസംഗങ്ങളിൻ്റെ അകത്തുള്ളൊരു കുസൃതി വർത്താനങ്ങൾ, ഏതോ ഒരു കാസറ്റ് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, എങ്ങനെയോ യാദൃശ്യമായിട്ട് കൈ വന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫണ്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. അതെന്നെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യിച്ചു. ഞാൻ വെച്ചാൽ ഇയാൾ എന്ത് മനുഷ്യനാണ്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ അകത്ത് പാട്ടുകൾ വരുന്നു, കഥകൾ വരുന്നു, ഞുണുക്ക് വാക്കുകൾ വരുന്നു, രസകരമായിട്ട്. ഇപ്പം നാദൃശ്യക്ക് പാരഡി എഴുതുമ്പോൾ ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഒരു പാട്ടിനകത്ത് എടുത്തിട്ട് അതിലൊരു ഫണ്ണുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്, ഒരു കാര്യമുണ്ട്, ഒരു ഫണ്ണ് അങ്ങനെ വരുന്നത്. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ജോൺറല്ലേ മണിച്ചേട്ടൻ്റെയൊക്കെ സാധനത്തിൽ തന്നെയുള്ള സിംപ്ലിസിറ്റി, വീടിനടയാളം ഷീമക്കൊന്ന എന്നൊക്കെ പറയുന്നതിലെ സിംപ്ലിസിറ്റി, ആ എവറിഡേ ഉപയോഗങ്ങൾ നമ്മളെ കുറച്ചുകൂടെ ഇത് പ്രാപ്യമാണെന്ന് തോന്നിക്കുമല്ലോ ഈ എഴുത്ത്. നമ്മളെപ്പോലുള്ള ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ ഒരു ഫാമിലിയിലൊന്നും അങ്ങനെ എഴുത്തുകാരോ ആരും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കോൺഫിഡൻസ് കുറവാണല്ലോ ഇതിൽ അപ്രോച്ച് ചെയ്യാൻ. കാരണം ഇത് നമ്മുടെ മേഖലയാണോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നുന്ന, ഞാൻ ഇതൊന്നും ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുക. അതിൽ ഈ ഭാസ്കരൻ മാഷിൻ്റെ വഴി, അല്ലെങ്കിൽ ഒ അബ്ദുള്ള സാഹിബിൻ്റെ വഴികൾ, പിന്നെ ഈ സിമ്പിളായിട്ട് എഴുതിക്കൊണ്ടിരുന്ന കലമണി ചേട്ടൻ്റെ പാട്ടൊക്കെ എഴുതുന്ന ആൾക്കാർ, ഇവരുടെയൊക്കെ എഴുത്തുകൾ നമ്മളെ സ്വാധീനിക്കും. നമുക്ക് ഇത് എനിക്ക് പറ്റും, ഈ ഏരിയ ഐ ആം കോൺഫിഡൻറ്റ്, എനിക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ
സന്തോഷമുള്ള സ്ഥലമാണ്. സുഹേലിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ എനിക്ക് ഈ അശുഭമംഗളകാരി ഒന്നുകൂടെ ഒന്ന് ഡീകോഡ് ചെയ്ത് തരുമോ? കാരണം ഈ പറയുന്ന ജാതിക്കത്തോട്ടം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാട്ടായിട്ടാണ് ഞാൻ കണക്കൂട്ടി വെച്ചേക്കുന്നത്. പക്ഷേ അശുഭമംഗളകാരി ചെയ്തിട്ടുള്ള ഒരു വർക്കുണ്ട്. അത് നാളെ ചിലപ്പോൾ ഇത് നമ്മൾ സംസാരിക്കാൻ സാധ്യതയുള്ളൊരു വാക്കാണ് അശുഭമംഗളകാരി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് സുഹേൽ അങ്ങനെ എഴുതിയെന്നുള്ളത് കൂടെ ഒന്ന് പറയണമെന്നാണ് ഞാൻ. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ ആദ്യം അശുഭമംഗളകാരി എഴുതി വെച്ചു. ആദ്യം അങ്ങനെ ഒരു സാധനം, കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടറെ പറ്റി പറയുകയും ഇങ്ങനെ ഒരു ലേസി ഫ്ലിംസി ക്യാരക്ടറെ പറ്റി പറയുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനെ നമ്മൾ ചില പാട്ടുകളിൽ ഇങ്ങനെ ഇപ്പോൾ K4 കല്യാണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബോധപൂർവം കൊണ്ടുവരാനുള്ള ഒരു സ്ഥലമുണ്ട്. അത് ഈ കെ ശരിക്കും സർക്കാരിന്റെ കെ എടുത്തു എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അങ്ങനത്തെ നുണുക്കുകൾ നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ. അപ്പോൾ എന്താ പറയുക, അപ്പം അശുഭമംഗളകാരി, അണുവിട ഇടയില്ലാണ്ട് അടിപാളുന്നൊരു അപകടകാരി, അങ്ങനെ. അപ്പം അണുവിട ഇടയില്ലാണ്ട് അടിപാളും, ഉറപ്പാണ് വീഴും, ഒരു ഡൗട്ടും ഇല്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു സാധനം ചുമ്മാ എഴുതി വെച്ചിട്ട്, അപ്പം ഈ അശുഭമംഗളകാരി എന്ന് വാക്ക് വന്നപ്പോൾ അപ്പം ഞാനത് അശുഭവും മംഗളവും എന്നുള്ള രീതിയിൽ ആ കോൺട്രാക്റ്റിനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞു. അപ്പം അതെങ്ങനെ വന്നു, ഇനിയാണ് പ്രശ്നം. കാരണം ഇനി ഇതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ ഫീമെയിൽ ബാഷിങ് ആയി പോകരുത്, അത് പിന്നീട് സ്ത്രീകളെ കളിയാക്കാനുള്ള പാട്ട് പോലെ ആയി പോകരുത് എന്നൊരു ഉള്ളിലൊരു ഇതുണ്ട്, മനസ്സിലായി. അല്ലെങ്കിൽ എല്ലാവർക്കും എടാ ഇത് ഭയങ്കര മോശമായിപ്പോയി, അല്ലെ നമ്മളിപ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പിന്നീട് വിവാദമായ വാക്കുകളുണ്ട് സ്ത്രീകളെ ഉപമിച്ചതിന്. ചിലപ്പോൾ അത് അങ്ങനത്തെ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നതായിരിക്കത്തില്ല, പക്ഷെ സ്റ്റിൽ. അപ്പം ആൺപെൺ അകലം മാറിയത് കൊണ്ട്, രണ്ട് വ്യക്തികളുടെ അകലം മാറിയല്ലോ. പണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം അനുരാഗലോലഗാത്രി എന്ന് വിളിക്കാൻ ഒരു അകലം വേണം സ്ത്രീയുമായിട്ട്, അല്ലേ? ഒരു ദേവി ആത്മരാഗം എന്ന് പറയണമെങ്കിൽ ഒരു അകലം വേണം, ഒരു മിസ്റ്ററി വേണം ആ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം. എങ്കിൽ മാത്രമേ ആ എഴുത്തിന് വാലിഡിറ്റി ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ തോളത്ത് കൈയിടുന്ന, നമ്മുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന, നമ്മളെപ്പോലെ നമുക്ക് അവരുടെ എല്ലാം ഒന്നും രഹസ്യമല്ല. അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പണ്ട് ഇതെങ്ങനെയാണ് ഇവർ തല ടവല് കെട്ടുന്നതെന്നും നമ്മൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തുനിന്ന് ഇന്ന് നമുക്കിതൊന്നും അത്ഭുതമല്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരെല്ലാം, ഒന്നെങ്കിൽ അവരെന്നെ റീലെടുത്ത് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കാണുന്നുണ്ട് നമ്മുടെ സിസ്റ്റർമാർ കസിൻസ് ചെയ്യുന്നു. അപ്പം ആ അത്ഭുതം മാറി, ഇപ്പോൾ മിസ്റ്ററി മാറി, ഇപ്പോൾ എടാപോടാ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ ഇനി നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ആണുങ്ങൾ എങ്ങനെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്ക് ട്രോൾ ചെയ്യുന്ന പോലെ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഭാഷ. അപ്പോൾ ഒരു വണ്ട് തിന്നാ പൂവ്, ഒരു വണ്ട് തിന്നത്തില്ല, ഒരു വണ്ട് കണ്ടാൽ പോലും തിന്നാത്ത ഒരു പൂവ്, തണ്ടൊടിഞ്ഞൊരു ചെമ്പരത്തി, ഏത് നിമിഷവും വാടാം, തണ്ടൊടിഞ്ഞ് ഇനി അധികം ആയുസില്ല, മണ്ടരിക്ക് മണ്ട പോയ തെങ്ങ്. അപ്പോൾ ഇതിൽ മാത്രമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഗിരീഷിന് ഈ വാക്ക് മാത്രം, മണ്ടരിക്ക് മണ്ട പോയ. അപ്പം അത് മനസ്സിലാകുന്നില്ല, മണ്ടരി അറിയാത്ത ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒരുപാട്. നമ്മളവിടെ കുട്ടനാട് ഏരിയയിലൊക്കെ ഇത് ഭയങ്കര വ്യാപകമായിരുന്നു മണ്ടരി എന്നുള്ളതുകൊണ്ട് നമുക്ക് കൊടുത്തതാണ്, അറിയണമെന്നില്ല മണ്ടരി എന്താണ്, മണ്ടരിക്ക് മണ്ട. പിന്നെ അപ്പം ഞാൻ പറയണ ലെറ്റ് ദം ലേൺ. നമ്മൾ ഈ വിക്കിപീഡിയ എടുത്ത് നോക്കി അടുത്ത ലിങ്കിലോട്ട് പോയി എന്തെല്ലാം വായിക്കുന്നു ഒരാവശ്യമില്ലാതെ. അങ്ങനെ ഒരു വാക്ക് പുതിയത് പഠിക്കട്ടെ. അപ്പം മണ്ടരിക്ക് മണ്ട പോയ തെങ്ങ് കൊടുത്ത്. നീ തോറ്റടിഞ്ഞ ഝാൻസി റാണീൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. തോറ്റടിഞ്ഞ ഝാൻസി റാണി, പാട്ടൊഴിഞ്ഞ ആകാശവാണി, തോട്ടുവക്കത്താടി നിൽക്കണ കാറ്റാടി. അപ്പം ഞങ്ങൾ ആലപ്പുഴ ആയതുകൊണ്ട് ഈ കനാൽ സൈഡെല്ലാം ഫുള്ള് കാറ്റാടികളായിരുന്നു ഒരു സമയത്ത്. അപ്പോൾ ഇതെപ്പോഴും ഡേഞ്ചറാണ്, ഇതെപ്പോഴും റോഡിലോട്ട് തന്നെ പറഞ്ഞു വീഴുക, മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു ത്രെറ്റനിങ് സ്ഥലം. അപ്പോൾ ആ ഇമേജറിയൊക്കെയാണ് നമ്മൾ വയ്ക്കുക. മടി നീ അടിമുടി, മടിയാണെന്നുള്ളത് തിരിക്കുകയാണ്. മടി നീ അടിമുടി, ഇടിഞ്ഞ കൊടുമുടി, പൊടിഞ്ഞ മെതിയടി, നനഞ്ഞ കതിന നീ, കുഴഞ്ഞ കുതിര നീ, പൊളിഞ്ഞ ഒരു അതിര് നീ. അങ്ങനെയാണ് സങ്കല്പം. കൊള്ളാട്ടോ. അപ്പോൾ കാരണം അതിലിൻ്റെ പർപ്പസ് തന്നെ എന്താണ്, അതിര് കാത്തു സൂക്ഷിക്കുകയാണ്. അത് പൊളിഞ്ഞു പോയ ഒരു കാര്യമില്ല, യൂസ്ലെസ് എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊളി പറയണ ഫയർ ഇത് പുകയത്, കാര്യമൊന്നുമില്ല, തീയും പുകയും മാത്രം, വെറുതെ കാര്യമൊന്നുമില്ല. കലപില തല പൊളിയണ കളവിത് എന്നുവെച്ചാൽ, കാരണം അതിന് മുമ്പ് ഒരു റാപ്പ് പോർഷനാണ് വരുന്നത്. അതിൽ ഷാരൂഖിനെ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്തിട്ടാണ് പറയുന്നത്. ഞാനതാണ് ഷാരൂഖ് വന്ന് കലക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ റാപ്പ് പോർഷൻ ജയ്മ എഴുതി. അപ്പം അതിന് ആൻസർ പോലെ വീണ്ടും നമ്മൾ ആ മെയിൽ പെർസ്പെക്റ്റീവിലോട്ട് വരികയാണ്. അപ്പോൾ അവൻ പറയാണ് ഇത് വെറുതെ
പുക മാത്രമേ ഉള്ളൂ. കലപില തല പൊളിയണ കളവിത്, ചിരി കളയണ നുണ ഇത് പണി ഇത്. അപ്പം നമ്മുടെ അവിടെ ഒരു വാക്കുണ്ട്, ചിരി കളയുക എന്ന് പറയും. അതായത് സന്തോഷം കളയുക എന്നുള്ള രീതിയിൽ. ചിരി വന്നു ചിരി പോയി ഇങ്ങനെ പറയും. പൈസ കിട്ടിയാ ചിരി വന്നടാ എന്ന് ചോദിക്കും നമ്മൾ. നമ്മൾ അവിടെ പിള്ളേർ ചിരി വന്നാ എന്ന് ചോദിക്കും. ആ ചിരി വന്നു, ഓക്കെ ഡൺ. ചിരി പോയാ? ആ ചിരി പോയി. അപ്പൊ ഇതുണ്ട്. അപ്പൊ ഞാനപ്പോ ചിരി കളയണ അപ്പൊ ഞങ്ങളവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ചിരി കളയണ നുണ ഇത് പണി ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചേ, പൊത്തിലെ ചെറു തത്ത പോലെ, കൊച്ചിലെ നീ ചത്ത പോലെ. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഒരു, അത് ആ ട്യൂണുമായിട്ട് ബന്ധമൊന്നുമില്ല, വരി ജസ്റ്റ് ഉണ്ടാക്കിയ ട്യൂണുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ എഴുതുക, ഞാൻ ഒരു പൊത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു തത്ത പോലെ, കുഞ്ഞൊരു തത്ത പോലെ, കൊച്ചിലേ തന്നെ നീ ചത്ത പോലെ. അപ്പൊ അതിന്റെ താ സൗണ്ടിങ്ങിനും അതിൻ്റെ അകത്തൊരു ഒരു ഒരു വികാരമില്ലായ്മയുണ്ട്. അപ്പൊ ഞാൻ ആ വരി എഴുതിയിട്ട് അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ട്യൂൺ ചെയ്യാം. അപ്പൊ അവന്റെ വൈഫ് തന്നെ പാടിയിരിക്കുന്നു, പൊത്തിലേ ചെറു തത്ത പോലെ, കൊച്ചിലേ നീ ചത്ത പോലെ എന്ന് പറഞ്ഞു. അപ്പൊ എടിക്കാട്ടുവാനം പാടി നീ തോറ്റു തുന്നം പാടി, നീ ആട്ടുകല്ലിൻ ചോട്ടിലൊട്ടണ പൂച്ചാടി, നീ കാലാവധി കഴിഞ്ഞുറഞ്ഞിരിക്കണ വേദന സംഹാരി, അശുഭമംഗളകാരി. അതും നിങ്ങൾക്ക് അവാർഡ് തരേണ്ടതാ, ഈ കാലാവധി കഴിഞ്ഞ വേദന സംഹാരി. അതിലെ ഏറ്റവും നല്ല പ്രയോഗം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കണ്ടുപിടിക്കും. അതിനപ്പുറത്തേക്ക് ഒരു സാധനം ഇല്ല. വേദന സംഹാരി കാലാവധി കഴിഞ്ഞ് ഒരു കാര്യമില്ല.